കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മൊഡ്യൂൾ 5 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് മൊഡ്യൂൾ 5 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? കോപ്പറേറ്റീവ്സിൻ്റെ നിലനിൽപ്പ് തന്നെ അതിൽ എഡ്യൂക്കേഷനോട് കൂടി ഉണ്ടെങ്കിലേ സാധിക്കും എന്നുള്ളതാണ്. The universally accepted fact that cooperative movement in its phases is depending on the education and training of its members. ഇത് സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ട സത്യമാണത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിന്റെ മെമ്പേഴ്സിനെ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആകുന്നു, ആ എഡ്യൂക്കേറ്റഡ് അനുസരിച്ചാണ്. Cooperative education and training are co-related and interdependent. Without one or the other cannot be possible. Education sharpens the intellect, broadens the vision, builds up the character. വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ബുദ്ധി ശക്തി വികസിപ്പിക്കും, കാഴ്ചപ്പാടുകൾ വികസിക്കും, അതുപോലെ ക്യാരക്ടറിൽ ട്രെയിനിങ് എന്താണ് ചെയ്യുന്നത്? ട്രെയിനിങ് ഗിവ്സ് പ്രാക്ടിക്കൽ ഷേപ്പ് ടു ഓൾ ദീസ് ഫാക്ടേഴ്സ് ആൻഡ് ഫർദർ ദി പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷനിലൂടെ നേടിയെടുത്ത് അറിയുന്ന പ്രാക്ടിക്കൽ ഷേപ്പ് രൂപത്തിൽ കൊണ്ടുവരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് സംഗതികളും കോപ്പറേഷൻ എന്നതിൻ്റെ അത്യാവശ്യമാണ്. കോപ്പറേഷൻ അതിലെ മെമ്പേഴ്സിനെ ട്രെയിൻഡ് എഡ്യൂക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. കോർപ്പറേഷൻ അതിലുള്ള എംപ്ലോയീസിനെ, കോപ്പറേറ്റീവ്സ് അതിലുള്ള ഒഫീഷ്യൽസിനൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ട്രെയിനിങ് നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന അത് പരസ്പരം എന്താണ് ആശ്രയിച്ച് മ്യൂച്വൽ സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ച് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ്. അത് ബിസിനസ് എന്ന് പറയുന്നത് ലാഭത്തെ സർവീസ് ഓറിയന്റഡ് ആണ്, ലാഭം ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല. അപ്പൊ ഇതൊരു വേ ഓഫ് ലിവിങ് തന്നെയാണ് കോപ്പറേഷൻ എന്നുള്ളത്. അപ്പൊ അത് പഠിച്ചെടുക്കുക എന്നതാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലായ്മ അതെന്തിലേക്ക് നയിക്കും? അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തകർച്ചയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വേണം എന്നുള്ള ഒരു അത്രയും നിർബന്ധമാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ കാരണം കോപ്പറേറ്റീവ് രംഗത്തുള്ള തിങ്കേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞ കാര്യമാണത്. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ ഈസ് എൻ എക്കണോമിക് പ്രോഗ്രാം എംപ്ലോയിങ് എഡ്യൂക്കേഷണൽ ആക്ഷൻ. ഇതിന് കോപ്പറേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആള്, കോപ്പറേഷൻ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, എക്കണോമിക് പ്രോഗ്രാം ആണ്, എംപ്ലോയിങ് എഡ്യൂക്കേഷണൽ ആക്ഷൻ. അത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായുള്ള പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്ന ഏർപ്പെടുന്ന ഒരു എക്കണോമിക് പ്രോഗ്രാം ആണെന്ന് പറയും. എന്നാൽ കോപ്പറേഷന് മറ്റൊരു തരം ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത് an educational program employing economic action. ചില ആളുകൾ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് കോപ്പറേഷൻ ഈസ് എൻ എക്കണോമിക് പ്രോഗ്രാം എംപ്ലോയിങ് എഡ്യൂക്കേഷൻ ആക്ഷൻ എന്നുള്ളത്. ചിലർ കൊടുത്തിട്ടുള്ളത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് ഇത് എംപ്ലോയിങ് എക്കണോമിക് ആക്ഷൻ. എക്കണോമിക് ആക്ഷൻ കൊണ്ടുവരുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സ് ഉണ്ടാക്കും മുമ്പ് കോപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയും അർത്ഥമാക്കുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെയാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ലിറ്ററസി ഒക്കെ വളരെ ലോ ആയിട്ടുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇനി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഒറിജിൻ നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതിന്റെ ഒറിജിൻ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒറിജിൻ തുടങ്ങുന്നത് തുടക്കം മുതൽ തന്നെ, അതിന്റെ ഒറിജിൻ മുതൽ തന്നെ ആസ് എ ബിസിനസ്, ആസ് എൻ എക്കണോമിക് കൺസേൺ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് എയിംഡ് അറ്റ് വെൽ ബീയിങ് ഓഫ് അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസസ്. അതിന്റെ ഒറിജിൻ തൊട്ട് തന്നെ എന്താണ്, അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസസിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് തന്നെ. കോപ്പറേഷൻ ബിസിനസ് എന്നുള്ള അല്ലെങ്കിൽ എക്കണോമിക് കൺസേൺ എന്നുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എയിം ചെയ്തത് വെൽ ബീയിങ് ഓഫ് അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്. Then cooperation is technical sense. Technical sense എടുക്കുകയാണെങ്കിൽ
a way of doing business, ഒരു way of doing business ആണ്, was a new and strange phenomenon. ഇത് പുതിയൊരു കാര്യമാണ്, പുതിയൊരു അറിവാണ്. അതുകൊണ്ട് തന്നെ which was unknown to the ordinary, സാധാരണക്കാരന് അറിയാത്തൊരു സംഗതിയാണ്. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത്തരത്തിലുള്ള such knowledge of this form of doing business, practical application essential for its success. ഇതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ നോളജ് ആവശ്യമാണ്. അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് റോക്ക്ഡെയിൽ പയനിയേഴ്സ് എന്ത് ചെയ്തത്, ഹാഡ് റെക്കഗ്നൈസ്ഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്തായി, അവരുടെ പ്രിൻസിപ്പിൾസിലൊക്കെ തന്നെ നമുക്ക് കാണാം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതൊരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് റോക്ക്ഡെയിൽ പയനിയേഴ്സ് വേണ്ടിയിട്ടുണ്ട്. അവിടെ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ അവർ പറഞ്ഞിട്ടുള്ളത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ തന്നെ ICA പ്രിൻസിപ്പിൾസിലും നമുക്ക് കാണാൻ പറ്റും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ എന്താക്കിയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസിൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ICA പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ICA recommended that all cooperatives should make provision for educating their members, officers, employees, also the general public, on the principles, varieties, and techniques of the cooperation. A new concept. ഒരു പുതിയ കൺസെപ്റ്റ് ആണ് കോർപ്പറേഷൻ എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് എംപ്ലോയീസിനും അതിന്റെ ഓഫീസേഴ്സിനും അതിന്റെ മെമ്പേഴ്സിനും അതിന്റെ ജനറൽ പബ്ലിക്കിനും ഒക്കെ എന്ത് ചെയ്യണം, പഠിപ്പിച്ച് കൊടുക്കണം എന്ന അഭിപ്രായമാണ് എന്തുണ്ടായിരുന്നത്, ICAക്ക് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നോക്കാം, ഇതിന്റെ ഒറിജിനിലേക്ക് പോവാം. ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ ഒറിജിൻ നോക്കിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് അതിലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്സ്, ഫസ്റ്റ് ഓർഗനൈസ്ഡ് എഫേർട്ട് ടുവാർഡ്സ് പ്രൊവൈഡിങ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വർ മെയ്ഡ് എർലിയസ്റ്റ് ഇൻ 1914 ആണ്. 1914 അത് ആദ്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടക്കുന്നത്. അത് മക്ലഗാൻ കമ്മിറ്റിയാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്തത്. ആ സബ്മിറ്റ് ചെയ്ത പ്രൊപ്പോസലിൽ പറയുന്നത് എങ്ങനെയാണ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് അവരെന്ത് ചെയ്തത്, റെക്കമെൻഡ് ചെയ്തത്. സബ്മിറ്റഡ് പ്രൊപ്പോസൽസ് ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രോഗ്രാം ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. അവർ പ്രൊപ്പോസൽ നൽകിയത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസലാണ്. The committee was of the opinion that lack of cooperative education training jeopardizes the progress of cooperative movement in India. അവരെ കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം എന്ത് ചെയ്യും, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രോഗ്രസിനെ അത് ബാധിക്കും എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. രണ്ടാമത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 അവരുടെ റെക്കമെൻഡേഷൻ ആണ് പിന്നീട് വന്നിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. അവരും ഫോർ ഇംപ്ലിമെന്റിംഗ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് റെക്കമെൻഡേഷൻസ് അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. പിന്നീട് വന്നത് മാൽക്കം ഡാർലിങ്ങിന്റെ നേതൃത്വത്തിലുള്ള 1935 ഒരു ടീമാണ്. 1935 ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ എന്ത് ചെയ്തത്, ഒരു കമ്മിറ്റീനെ നിയമിച്ചത്, ഒരു പ്ലാൻഡ് പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്തത് ഫസ്റ്റ് ഒരു കമ്മിറ്റീനെ എന്ത് ചെയ്തത്, കമ്മിറ്റിയാണ് ഫസ്റ്റ് കമ്മിറ്റി. ദിസ് കമ്മിറ്റി വാസ് കൺസിഡേർഡ് ആസ് ഫസ്റ്റ് കമ്മിറ്റി വിച്ച് റെക്കമെൻഡഡ് ഫോർ പ്ലാൻഡ് പ്രോഗ്രാം. ഒരു പ്ലാൻഡ് പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റിയായി മാറിയത്. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഇതിന് വേണ്ടി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് വേണ്ടി പ്ലാൻഡ് പ്രോഗ്രാം എന്ത് ചെയ്തത്, ഫസ്റ്റ് ഒരു പ്ലാൻഡ് പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മാൽക്കം ഡാർലിംഗ് 1935 കമ്മിറ്റി. അവർ റെക്കമെൻഡ് ചെയ്തത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടതിനെ പറ്റിയാണ് അവരെന്ത് ചെയ്തത്, റെക്കമെൻഡേഷൻസ് നടത്തിയത്. നെക്സ്റ്റ് അവർ അവിടെ നിർത്തിയില്ല, അവർ പറഞ്ഞു സ്റ്റേറ്റ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് entire scheme should be financed by both government of India and സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യണം,
ഇതിന് ഫിനാൻസ് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഗവൺമെന്റ് വഹിക്കണം എന്ന കാര്യം കൂടി എന്ത് ചെയ്തു അവര് പറയുകയുണ്ടായി. നെക്സ്റ്റ് വരുന്ന അവരുടെ കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു 3 ഫേസ്ഡ് പ്രോഗ്രാംസ് ആണ് അവർ മുന്നോട്ട് വെച്ച പ്രോഗ്രാം. അതിൽ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ട്രെയിനേഴ്സ്, ആദ്യം ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ട്രെയിനേഴ്സ്, അതായത് ഇൻസ്ട്രക്ടേഴ്സ് ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ദെൻ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സൺസിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് ഓർഡിനറി മെമ്പേഴ്സ്. ഇങ്ങനെയുള്ള 3 ഫേസ്ഡ് പ്രോഗ്രാമാണ് എന്ത് ചെയ്തു മൽക്കം ഡാർലിംഗ് കമ്മിറ്റി എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത്. ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ട്രെയിനേഴ്സ്, namely instructors, teachers, training program for the personnel of cooperative department, training for employees of cooperative society, managing committee members and ordinary members. Training program for trainers, training program for personnel in cooperative department, training program for employees, cooperative society, managing committee, ordinary members. ഇതാണ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. ദെൻ അതിനുശേഷം കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി, നമ്മളിപ്പം പറഞ്ഞ കമ്മിറ്റികൾ ഏതൊക്കെ 1914 കമ്മിറ്റി വന്നു, മക്ലഗാൻ കമ്മിറ്റി. ദെൻ 1928 കമ്മീഷൻ ഓൺ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വന്നു. 1935 മൽക്കം ഡാർലിംഗിന്റെ കമ്മിറ്റി. ദെൻ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്താണ് മുമ്പൊക്കെ. ആ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് കോർപ്പറേഷൻ സ്കൂളിലെ ഒരു സബ്ജക്റ്റ് ആയിട്ട്, കോളേജുകളിലെ സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കണം എന്നാണ്. മാത്രമല്ല കോപ്പറേറ്റീവ് കോളേജുകൾ ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം അവരെന്ത് ചെയ്തു മുന്നോട്ട് വെച്ചു. അതോടെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അഡ്വാൻസ്ഡ് സ്റ്റഡിക്ക് വേണ്ടി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെക്കുകയുണ്ടായി. 1953 പിന്നീട് നിലവിൽ വന്ന ഒരു കമ്മിറ്റിയാണ് നാഷണൽ ലെവൽ കമ്മിറ്റി. ഒരു നാഷണൽ ലെവൽ കമ്മിറ്റി 1953 രൂപീകരിക്കുകയുണ്ടായി. 1953 രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ ഇടയിൽ നമുക്ക് അറിയാം 1951 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആരും റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്തു ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അവരെന്ത് ചെയ്തിട്ടുണ്ട് അവരെ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവരുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ സക്സസിന്റെ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവർ എണ്ണിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1953 വന്ന ഒരു നാഷണൽ ലെവൽ കമ്മിറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതാണ് ആദ്യം രൂപം സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതാണ് നാഷണൽ ലെവലിൽ ആദ്യമായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. ആ കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു RBI ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ നാഷണൽ ലെവലായിട്ടുള്ള കമ്മിറ്റി എന്ത് ചെയ്തത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഈ കമ്മിറ്റിയുടെ സ്പെസിഫിക് സ്കീംസും പ്രോഗ്രാംസും ഞാൻ എന്ത് ചെയ്തു കമ്മിറ്റി മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ കമ്മിറ്റി പിന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രെയിനീസ് 3 കാറ്റഗറീസ്. ഈ കമ്മിറ്റി ആദ്യം ചെയ്തത് ട്രെയിനീസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഹയർ, ഇന്റർമീഡിയറ്റ്, സബോർഡിനേറ്റ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു ട്രെയിനീസിനെ. ദെൻ അപ്ഗ്രേഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ട്രെയിനിങ് സെന്റർ പൂനെ ആസ് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ പൂനെയിലുള്ള ട്രെയിനിങ് സെന്ററിനെ എന്താക്കി മാറ്റി നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റി. അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പിന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റീജിയണൽ ട്രെയിനിങ് സെന്റേഴ്സ്. ഇന്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് റീജിയണൽ ട്രെയിനിങ് സെന്ററുകൾ ആരംഭിക്കുക എന്നുള്ളത് വ്യാപകമായിട്ട്. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രെയിനിങ് സെന്റർ ഫോർ സബോർഡിനേറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെന്റേഴ്സും വ്യാപകമായിട്ട് എന്ത് ചെയ്യുക ആരംഭിക്കുക. ഈ 3 നിർദ്ദേശമാണ് ഏത് കമ്മിറ്റി നമ്മൾ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്തത് സെൻട്രൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത്. സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത്. ദെൻ മാത്രമല്ല അവർ ട്രെയിനിങ് ഫോർ നോൺ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റേഴ്സിനുള്ള ട്രെയിനിങ് ആ റെക്കമെൻഡേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
It was also opinion that entire training program should be diversified to suit the needs of the different category of cooperators. ഇത് തന്നെ ഡൈവേഴ്സിഫൈഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളായിരിക്കണം. അതായത് ഓരോ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടുള്ള ആളുകൾക്ക് സ്യൂട്ട് ആവുന്ന വിധത്തിലായിരിക്കണം ട്രെയിനിങ് എന്നുള്ളതാണ്. ഈ റെക്കമെൻഡേഷനോട് കൂടി ഒരു ഡെഫിനിറ്റ് ഷേപ്പിലേക്ക് ഇന്ത്യയിലെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ മാറി. സെൻട്രൽ കമ്മിറ്റി വന്നു, അതിന്റെ കീഴിൽ ട്രെയിനിങ് പ്രോഗ്രാമിന് ഹയർ ഇന്റർമീഡിയറ്റ് ആൻഡ് സബോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായി. അതിന് പുറമെ ട്രെയിനിങ് സെന്റേഴ്സുകൾ, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, റീജിയണൽ സെന്റർ, സബോർഡിനേറ്റ് സെന്റർ എന്നുള്ള രീതിയിൽ ട്രെയിനിങ് സെന്റേഴ്സ് വന്നു, സെന്റേഴ്സ് എന്നുള്ള നിർദ്ദേശം വന്നു. അപ്പൊ ഇതൊക്കെ പൂർണ്ണമായ തോതിൽ വരുമ്പോൾ അവിടെ നല്ലൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇതിന്റെ ഈ കമ്മിറ്റി റെക്കമെൻഡേഷനിലൂടെ ഉണ്ടായി. 1960 ഗവൺമെന്റ് ST മിശ്രയെ ചെയർമാൻ ആയിക്കൊണ്ടൊരു കമ്മിറ്റി നിലവിൽ വന്നു. ആ കമ്മിറ്റിയാണ് നാഷണൽ ലെവലിലായിട്ട് ഒരു കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ഈ അവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്തു, ഡിസ്കഷൻ എടുത്തു. ആ ഡിസ്കഷനിൽ വന്ന ഡിസിഷൻസ് ആണ്, ഡിസ്കഷനിൽ തുടർന്ന് ചില തീരുമാനങ്ങൾ സെൻട്രൽ കമ്മിറ്റിക്ക് എടുക്കാൻ കഴിഞ്ഞു. സെൻട്രൽ കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ത് ചെയ്തു, ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്നാണ്. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് നാഷണൽ ബോർഡാക്കി മാറ്റി സെൻട്രൽ കമ്മിറ്റിനെ. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീജിയണൽ സെന്റേഴ്സ്. അഡ്മിനിസ്ട്രേഷൻ ഇതിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും റീജിയണൽ സെന്റേഴ്സിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീജിയണൽ സെന്റർ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീജിയണൽ സെന്റർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റീജിയണൽ സെന്ററിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ആരായിരിക്കണം, ഈ നാഷണൽ ലെവലിലുള്ള ബോർഡായിരിക്കണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ. സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്ററിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ആരായിരിക്കുക, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആയിരിക്കും. കോപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ആസ് എൻ ഓപ്ഷണൽ സബ്ജക്ട്. കോപ്പറേഷൻ എന്താക്കി മാറ്റി, ആസ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആക്കി മാറ്റി ഓഫ് സ്റ്റഡി ഫോർ ഗ്രാജുവേഷൻ ആൻഡ് PG കോഴ്സ്. PG കോഴ്സിനും ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കുള്ള ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, കോപ്പറേഷന് കൊണ്ടുവന്നു. ഇത്രയും തീരുമാനങ്ങളാണ് എന്ത് ചെയ്തത്, ആ നാഷണൽ കോൺഫറൻസിൽ വെച്ചിട്ട് SD മിശ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഡിസ്കഷന്റെ തുടർന്നിട്ടുള്ള ഡിസിഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ നാഷണൽ ലെവലിൽ ഒരു ബോർഡ് ആയി മാറി നാഷണൽ കമ്മിറ്റി. സെൻട്രൽ കമ്മിറ്റി എന്തായി മാറി, നാഷണൽ ബോർഡായി മാറി. അഡ്മിനിസ്ട്രേഷൻ നാഷണൽ ബോർഡിനായി. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനായി. കോപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ആസ് എൻ ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രിക്കും PGക്കും എന്താണ് കോപ്പറേഷൻ പഠിപ്പിക്കാൻ തുടങ്ങുകയുണ്ടായി. ഇതാണ് തീരുമാനങ്ങൾ. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഫണ്ട് ആവശ്യമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആവശ്യമാണ്. ഈ ഫണ്ടിന് മൊബൈലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റിന്റെ ആക്ടിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലുള്ള പ്രൊവിഷൻസ് എന്ത് ചെയ്തു, മാറ്റം കൊണ്ടുവരേണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നീട് ചെയ്തത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരിക്കലും എന്തല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻ, എഡ്യൂക്കേഷൻ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ മെയ്ഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ പ്രൊവിഷൻസ് മെയ്ഡ് ചെയ്യുകയുണ്ടായി. ദെൻ കമ്മിറ്റി ഫോംഡ് കൺസൾട്ടേഷൻ വിത്ത് NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയുണ്ടായി. പിന്നീട് ചെയ്തതാണ് 1973
MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, ഫോം ചെയ്തു. എന്തിനു വേണ്ടി? ടു എക്സാമിൻ ദി ആഡിക്വസി ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. നിലവിലുള്ള സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റിത്തിരുത്തലുകൾ ആവശ്യമുണ്ടോ, എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നൊക്കെ കുറിച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ, എന്തൊക്കെ മെഷേഴ്സ് അതിൽ ഇംപ്രൂവ്മെന്റ് വേണ്ടതുണ്ട് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആഡിക്വസിയെ പരിശോധിക്കാനുള്ളതായിരുന്നു. ആ കമ്മിറ്റി അതിന്റെ ആഡിക്വസി പരിശോധിച്ചു, അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം സെപ്പറേറ്റ് ചെയ്യണം എന്ന് മുന്നോട്ട് വെച്ചു. പിന്നെ ഒരു നിർദ്ദേശം, നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്താക്കി മാറ്റി, ഷുഡ് ബി റീനെയിംഡ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്താക്കി മാറ്റി. നാഷണൽ ബോർഡിന് എന്താക്കി മാറ്റി, നാഷണൽ കൗൺസിലാക്കി മാറ്റി. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആക്കി മാറ്റി റീനെയിം ചെയ്തു. ഈ രണ്ട് മാറ്റങ്ങളാണ്, ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചത്? ഡോക്ടർ സ്വാമിനാഥൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുകയുണ്ടായി. ഇപ്പോൾ NCCT എന്നാണ് ഈ നമ്മൾ ആദ്യം പറഞ്ഞ സെൽ കമ്മിറ്റി, ഇപ്പോൾ പിന്നീട് നാഷണൽ ബോർഡായ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പേര് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാണ്. NCCTയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, പഠിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, NCCTയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കേൾക്കാം.